സച്ചിനെ സച്ചിനെ എന്താടാ? ഇന്ന് രാവിലെ നീ സിനിമയ്ക്ക് പോകാൻ വിളിക്കുന്നതിന് മുമ്പായിട്ട് മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തന്നു. കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇപ്പോൾ ആ കഥ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്ത് കഥയാ? എന്താ സംഭവം? ഒരു സ്ഥലത്തെ പറ്റിയാ, അവിടെ സ്ഥിരം പോയിരിക്കാറുള്ള ഒരു ജോയലിൻ്റെയും ജോമോൻ്റെയും കഥ. ഈ കഥയിൽ ജോയലിനൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു, പക്ഷെ ആ ഇഷ്ടം അവൾക്കില്ലായിരുന്നു. അവളുടെ പേര് മെർലിൻ എന്നായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവൾ യാത്ര ചെയ്തിരുന്ന സ്കൂൾ ബസ് ഒരു ബൈക്കുമായി കൂട്ടിയിടിക്കുന്നു. അവൾ അപ്പോൾ തന്നെ മരിക്കുന്നു. പക്ഷെ അന്ന് രാത്രി ജോയൽ അവളെ കാണാൻ എന്തു ഭംഗിയാർന്നടാ. അവളെ അടക്കാൻ നേരം ഞാൻ അവളുടെ ശവശരീരമാണ് ശ്രദ്ധിച്ചത്. ജീവനില്ലാത്ത ആ വെറും ഒരു ശവശരീരം എന്നെ ഒരുപാട് ആകർഷിപ്പിക്കുന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നടാ. രക്തത്തിൽ കുളിച്ചടക്കുന്ന മെർലിൻ, രക്തരൂക്ഷമായ കണ്ണുകൾ, ആ തിളക്കം. എനിക്കിപ്പോൾ അവളെ വേണമടാ. നീയും വരില്ലേ എൻ്റെ കൂടെ ആ സെമിത്തേരിയിലേക്ക്? എന്തിനാ ഇപ്പൊ സെമിത്തേരിയിലേക്ക് പോണേ? അവളുടെ കുഴിമാടം മാന്തിയിട്ടായാലും അത് ഞാൻ സാധിച്ചെടുക്കും. കുറച്ച് മണ്ണും പൊടിയും പറ്റുമ്പോഴാ അവളെ കാണാൻ കൂടുതൽ ഭംഗിയാക്കുന്നത്. നീയും വരില്ലേ എൻ്റെ കൂടെ ആ സെമിത്തേരിയിലേക്ക്? നിനക്കെന്താ പ്രാന്തായോ? അങ്ങനെ ആ രാത്രി മെർലിൻ്റെ ശവശരീരം മോഹിച്ച് ജോയലും ജോമോനും ആ സെമിത്തേരിയിലേക്ക് പോയി. പക്ഷേ അവരറിയാത്ത മറ്റൊരു സത്യം കൂടെ ഉണ്ട്. ആ സ്കൂൾ ബസ്സിലേക്ക് ഇടിച്ചു കയറിയ ബൈക്കും അവരുടേതാണ്. അവളോടൊപ്പം അവരും മരിച്ചു. പക്ഷെ ഇതുവരെ അവരുടെ ശവശരീരങ്ങൾ വീട്ടുകാർക്ക് കൈമാറിയിട്ടില്ല. കൈമാറിക്കഴിഞ്ഞാൽ, അവരെ അടക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജോയലിന് തൻ്റെ കാമുകി കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. ഡാടാ, ഒന്ന് നിർത്തിപ്പോയിക്കടാ. ഓരോ ഊള കഥയായിട്ട് ഇറങ്ങിക്കോളും. ഈ ശവത്തിനൊക്കെ ഇങ്ങനെ ചെയ്യണതിന് വേറെന്താ രോഗ? എന്താ അത്? ആ, നെക്രോഫീലിയ. നീ ഒന്ന് കേറിക്കേ. നമ്മളെന്തിനാ ചുമ്മാ ഇവിടെ ഇരിക്കണേ? കാന്താ ഞാനും വരാം ഋഷിവപ്പേരൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാം ഋഷിവപ്പേരൂർ പൂരം കാണാൻ. സെബിനെ, നീ ഈ ശവത്തിനെ മോഹിക്കുന്ന ജോയലിന്റെ കഥയൊന്നും വേറെ ആരോടും പോയിച്ചൊന്നും പറയല്ല കേട്ടോ. അവരെ നിനക്ക് ഭ്രാന്താന്ന് കരുത്. വണ്ടിക്ക് എന്ത് പറ്റി? പെട്രോളൊക്കെ രാവിലെ പോയിട്ടും കടിച്ചാലോ? ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചിനെ? വണ്ടി ഞങ്ങൾ റെഡിയാക്കി തന്നാ മതിയോ? നിങ്ങളാരാ? നിങ്ങൾക്ക് മെക്കാനിക്ക് അറിയോ? അതെ, വർക്ക്ഷോപ്പിലായിരുന്നു പണി. വണ്ടി ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്ത് സഹായം? ഇതെന്റെ കൂട്ടുകാരനാ ജോയൽ. ഇവന്റെ കാമുകി ഇന്ന് ഇവിടെ ഒരു ആക്സിഡന്റിൽ മരിച്ചു. 2 പയ്യന്മാർ വന്ന ബൈക്ക് സ്കൂൾ ബസ്സിലേക്ക് ഇടിച്ച അവൾ മരിച്ചേ. ആ കാണുന്ന സെമിത്തേരിയിൽ അവൾ അടക്കിയേക്കുന്നത്. ഇവരാണെങ്കിൽ അവളില്ലാണ്ട് പറ്റില്ല എന്നാ പറയുന്നേ. ആ സെമിത്തേരി വരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം വരാമോ? എടാ സെബിനെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? എന്ത് പറ്റി? നിന്റെ മുത്തശ്ശി മരിച്ചിട്ട് എത്ര വർഷമായി? എൻ്റെ മുത്തശ്ശി മരിച്ചിട്ട് 10 വർഷമാവും. 10 വർഷം മുന്നേ മരിച്ച നിന്റെ മുത്തശ്ശിയാണോ രാവിലെ നിനക്ക് ഈ കഥ പറഞ്ഞു തന്നെ? സ്വപ്നം വല്ലതും കണ്ടതാണോ ഞാൻ? നിന്റെ കഥയിലെ കഥാപാത്രങ്ങളാ നിക്കണേ. അങ്ങോട്ട് നോക്ക്. എടാ, അവന്മാർ നിന്റെ ബൈക്ക് എടുക്കുന്നു. സെബിനെ, അതെന്റെ ബൈക്കല്ല. ആ നമ്പർ പ്ലേറ്റ് നോക്ക്. എടാ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാ, നമുക്കേതായാലും അവന്മാരോടൊന്ന് സംസാരിച്ച് നോക്കാം.
ഡാ, മെർലിന്റെ സ്കൂൾ ബസ്സിലിടിച്ച ബൈക്കിലുണ്ടായിരുന്ന 2 പയ്യന്മാരും മരിച്ചുപോയി. അവരുടെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഇവന്മാരാണല്ലേ എൻ്റെ മെർലിനെ കൊന്നത്. ചേട്ടാ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ചേട്ടാ. ചേട്ടാ ചേട്ടാ അവന്മാർക്കിപ്പോൾ നമ്മളെ കാണാനോ നമ്മൾ പറഞ്ഞ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് തോന്നുന്നു. സച്ചിനെ, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം മരണമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വീട്ടിൽ അമ്മ കാത്തിരിക്കുക. ഇനി നമ്മളെ ആർക്കും കാണാൻ കഴിയില്ലേ? അവര് പറഞ്ഞാൽ ഇവിടെ വെച്ചായിരിക്കും നമ്മുടെ ബൈക്ക് ആ സ്കൂൾ ബസ്സിൽ തട്ടിയത്. അങ്ങനെ ആയിരിക്കും ആ മെർലിൻ എന്ന പെൺകുട്ടിയും മരിച്ചത്. ഇന്ന് രാവിലെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ഏകദേശം ഇവിടം വരെ നമ്മൾ വന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മൾ മരിച്ച കാര്യം നമ്മുടെ വീട്ടുകാരറിഞ്ഞില്ല. പാവം കാത്തിരിക്കുമായിരിക്കും. സെബിനെ, അപ്പോൾ നെക്രോഫിലിയ എന്ന് പറഞ്ഞ രോഗം ആർക്കാപ്പോ? മെർലിനെ, എൻ്റെ പൊന്നു മോളെ, ചേട്ടൻ വന്നു. ഡാ, ഇത് വേണോ? എനിക്ക് പേടിയാവുന്നു. ഇതാരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും. നീ പേടിക്കണ്ട, ആരും അറിയില്ല. ഈ രാത്രി എൻ്റെയും മെർലിൻ്റെയും ആദ്യ രാത്രിയാണ്. സീൻ പിടിക്കാതെ അങ്ങോട്ട് മാറിക്കളാ. അവൾക്ക് ജീവനില്ല. ശരിയാ, ഈ രാത്രി അവൾ സുന്ദരിയാ. എൻ്റെ ഈ രോഗത്തിന് മരുന്നില്ല, പക്ഷേ പേരുണ്ട്. എന്താ മെർലിൻ ആ പേര്? മെർലിനെ, മെർലിനെ. ഈ ദിവസത്തിനു വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നു. സെബിനെ, എൻ്റെ ബോഡി വീട്ടുകാർക്ക് കിട്ടി. ഞാൻ പോവാ. നീ എന്തൊക്കെയാടാ പറയണേ? സച്ചിനെ, 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 സച്ചിനെ.